അതെന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് ഇറക്കിയേ മതിയാകൂ എന്ന് കച്ച കെട്ടി അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള കാരണം അതെന്തായിരിക്കും ശോഭ? എന്തായിരിക്കും അതിൽ ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട്. ബിക്കോസ് സ്ത്രീകൾ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ്, സ്ത്രീകൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രാപ്തരായതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഇപ്പം മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ പറഞ്ഞിരിക്കുന്ന ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത് അശ്ലീല സിനിമയിൽ അഭിനയിച്ചു, അതിനുവേണ്ടി പ്രേരിപ്പിച്ചു, അതിനുവേണ്ടി കുറെ കുട്ടികളെ ഇതിലേക്ക് ഇറക്കി, എന്തൊക്കെ ലൈക്ക് ഈ ഒരിക്കലും നമുക്ക് എന്താ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആരെക്കുറിച്ചെന്നുള്ള കാര്യമാണ്. അതായത് ഇത്രയും വർഷമായിട്ട് അത് ഒരു ഫാഷൻ രംഗത്താവട്ടെ, അത് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, സന്ദീപ് പറഞ്ഞ പോലെ അഭിമാനിക്കാൻ പറ്റുന്ന 1994 ഈ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് എനിക്ക് പറയുമ്പോൾ തന്നെ ഗൂസ് വരുന്നുണ്ട്. അതായത് ഇന്ത്യയില് റെപ്രസെന്റ് ചെയ്ത് പോയി അതും ഒരു ടൈറ്റിൽ വിന്നറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശ്വേതാ മേനൻ എന്ന് പറഞ്ഞ സ്ട്രോങ്, നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന ഒരു വനിതയെ കുറിച്ചാണ് പറയുന്നത്. അത് മാത്രമാണോ നമ്മള് സിനിമ എന്ന് പറയുന്ന രംഗത്ത് തന്നെ 2 തവണ, ഒരു തവണ പോലും അല്ല, 2 തവണ സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആണ് അവര്. അതുപോലെ തന്നെ ഫിലിം ഫെയർ അവാർഡ് ആവട്ടെ, എന്തുമാത്രം ബഹുമതികൾ കിട്ടി. സ്ട്രോങ് എവിടെ നോക്കിയാലും എപ്പോഴും നമ്മള് ശ്വേതാ മേനൻ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് അയൺ ലേഡി തന്നെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം അല്ലെ. അല്ലാതെ അതും ലൈഫിൽ ഒരുപാട് സ്ട്രോങ് ഡിസിഷൻസ് എടുത്തിട്ടുള്ളവരാണ്. ഇപ്പം പറയുകയാണെങ്കിൽ ഈ അശ്ലീല ചിത്രങ്ങൾ എന്ന് പറയുന്ന സിനിമകൾ ഏത്? രതി നിർവേദം, പാലേരി മാണിക്യം, കളിമണ്ണ് എന്ന് പറയുന്ന, അതായത് അതിലും ഒരു സിനിമയിൽ അവർക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് അല്ലെ. പാലേരി മാണിക്യത്തില് ബെസ്റ്റ് ആക്ട്രസിന്റെ അവാർഡ് സെൻസർ ബോർഡ് അപ്രൂവ് ചെയ്ത ചിത്രങ്ങളാണ് ഇത് 3ഉം. ഇതില് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ചിത്രത്തിനെയാണ് അപ്പം ആരൊക്കെയാണ് ഇത് നിർമ്മിച്ച? നിർമ്മാതാവിന് അഗെയിൻസ്റ്റ് ഇല്ല, അത് ഡയറക്ടറിനോ പ്രൊഡ്യൂസറിനോ, അതായത് അതിന്റെ റൈറ്റർ, ഇതിന് ജന്മം നൽകിയ റൈറ്ററിന് അഗെയിൻസ്റ്റ് ഇല്ല, ഇതിന് സെൻസർ ചെയ്ത സെൻസർ ബോർഡിനില്ല, അതുപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ് അപ്പം ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അത് കൊടുത്തത്, അതിന് അഗെയിൻസ്റ്റ് ഇല്ല. അതിൽ അഭിനയിച്ച ഒരു സ്ത്രീക്ക് അഗെയിൻസ്റ്റ് ആണ് ഇയാൾ സംസാരിച്ചത്. അപ്പം ഇതെല്ലാം പറയുമ്പം ഇത് ഇച്ചിരിയെങ്കിലും ബുദ്ധിയുള്ളവര് അതൊരു കോൺസ്പിറസി ആണെന്നും, ഇപ്പൊ അമ്മ എന്ന് പറയുന്ന ഒരു 500 മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ ഒരു ഓർഗനൈസേഷനിൽ തലപ്പത്ത് ഒരു സ്ത്രീ വരുമ്പോൾ അത് ആരൊക്കെയോ ഭയക്കുന്നു എന്നുള്ളതിനൊരു കാര്യം തന്നെ നമുക്ക് ഇച്ചിരെങ്കിലും ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം. അതൊരു കള്ള കേസ് തന്നെയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിഞ്ഞൂടെ. ഈ പറഞ്ഞ മാർട്ടിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അഗെയിൻസ്റ്റ് തന്നെ ഇപ്പൊ എത്രയോ സ്ത്രീകൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. കള്ള കേസിൽ കൊടുത്തിട്ട് അവരെ പിന്നെ അതിൽ നിന്ന് പൈസ ചോദിക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കേസുകൾ ഇപ്പൊ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ോട് ഇത് സ്ട്രോങ് ആയിട്ട് തന്നെ പോണം. ആ സ്ട്രോങ് ആയിട്ട് പോവാൻ മാത്രമല്ല, അത് എങ്ങാനും ഉറപ്പായിട്ട് ഇത് പുറത്ത് വരിക തന്നെ ചെയ്യും. ഡിഫോമേഷൻ ഫയൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും ഈ ഒരു എന്താ പറയാ, ചേച്ചി സ്ട്രോങ് ആയിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക തന്നെ ചെയ്യും. അതിലൊന്നും ഒരു സംശയവും ഇല്ല. പക്ഷെ ആ ഒരു സമയത്ത് മാനസികമായിട്ട് എങ്ങനെയൊക്കെ അവർക്ക് ഒരു ഇമോഷണലി അവരെ ഡൗൺ ആക്കാൻ പറ്റും എന്നാണ് ഇവരൊക്കെ നോക്കുന്നത്. പക്ഷെ ഇവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവർ വിചാരം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ തളർന്നു പോകുന്നതാണ്. സത്യം പറഞ്ഞാൽ അത് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കത്തേ ഉള്ളൂ. എപ്പോഴും ഞാൻ പറയും, നമുക്ക് എറിയണം, നമ്മൾ ഓരോ കല്ലെറിയുന്നത് നമ്മൾ അതെടുത്തൊരു ക്യാസിലാണ് പണിയുന്നത്. അത് തന്നെ ചേച്ചി പണിയും എന്നാണ് എന്റെ ഒരു വിശ്വാസം. നമ്മളെല്ലാരും കൂടെ ഉണ്ട്. അതാണ്, ആക്രമിക്കപ്പെടുന്നു, അപഹസിക്കപ്പെടുന്നു, പിന്നോട്ട് പോകുമെന്നുള്ള വിചാരമാണ്. പക്ഷെ അവിടെ ഒന്നും തളരുന്നില്ല എന്നുള്ളത് തന്നെയാണ്, മുന്നോട്ട് തന്നെയാണ്. ഞാൻ വരാം രണ്ടുപേരിലേക്കും. ഉറപ്പായിട്ട് എനിക്കറിയാവുന്ന ശ്വേത ചേച്ചി ഒരിക്കലും പിൻമില്ലോട്ട് പോകില്ല, മുമ്പോട്ട് തന്നെ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ മലയാളികള് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയവരാണ്. അതായത് ഈ പോലും ഞാൻ എത്രയോ ഇനോഗ്രേഷന് പോൺ സ്റ്റാർസിനെ കൊണ്ടുവന്ന ഇനോഗ്രേഷൻ, അപ്പം ഏറ്റവും കൂടുതൽ ഈ ആൾക്കാർ അവിടെ വന്ന് കൈതട്ടി അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അത്രയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മലയാളികളെ പറ്റിയാണോ ഇത് പറയുന്നത്? അതുപോലെ തന്നെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര എന്താ ഹോട്ട് ശ്വേതാ മേനൻ, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഉണ്ട് പോൺ സൈറ്റ്സിൽ, ചേച്ചി പോലും അറിയാത്ത പോൺ സൈറ്റ്സിൽ ചേച്ചിയുടെ ഇത് വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ പോൺ സൈറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സിനിമയില് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമേനെ അഭിനയിച്ച അഭിനേത്രിക്ക് അഗെയിൻസ്റ്റ് അല്ല കേസ് പോകേണ്ടത് അല്ലേ. അവിടെ ഒരു വിക്ടിം എന്ന് പറയുന്നത് ശ്വേത ചേച്ചിയാണ്. നമ്മൾ ചേച്ചിയുടെ കൂടെയാണ് നിൽക്കേണ്ടത്. റൈറ്റ്.
അതെ, നമ്മളിപ്പോൾ അല്ലേ? സ്ക്രീനിൽ കാണുന്നുണ്ട് വളരെ വ്യക്തമായി. അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും സിനിമയിലെ പ്രമുഖ താരങ്ങൾ അരയ്ക്ക് മുകളിലോട്ട് വസ്ത്രം ധരിക്കാതിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഒരു പുരുഷനില്ലാത്ത പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കമൽഹാസനെ പോലെയുള്ളവര് ഒരുപാട് എത്രയോ ടോപ്പ് സൂപ്പർ സ്റ്റാർസ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും വരാത്ത എന്തുകൊണ്ട് ഇത്ര വിഷമം ഇദ്ദേഹത്തിന് ഇപ്പൊ വന്നു? അതൊക്കെ നമുക്ക് അതും ഈ ഇലക്ഷനുമായിട്ട് ചേർന്നിട്ട് എന്തുകൊണ്ട് വന്നു? തീർച്ചയായും ഇതൊക്കെ വരണമെങ്കിൽ അപ്പോഴേ വരണ്ടേ. ഇത് പണ്ട് 25 ഇയേഴ്സ് മുമ്പേ അഭിനയിച്ച ഒരു പരസ്യ ചിത്രത്തിനെ പറ്റി ഇപ്പോഴാണ് ആൾക്ക് ബോധം ഉണ്ടായത്. അതിലൊക്കെ എന്താണ്? തീർച്ചയായും.